അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ അച്ഛനും അമ്മയും ആര് എന്നുള്ളതിൻ്റെ വേരുകൾ തേടി ഇങ്ങനെ അലയുകയാണ് നമ്മുടെ ദീപ. അങ്ങനെ നമ്മുടെ ദീപ അലഞ്ഞിങ്ങനെ പോവുകയാണ്. അങ്ങനെ ദേ നാളെ അറിയാൻ സാധിക്കും ആരാണ് നമ്മുടെ സരയുവിൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള കാര്യം. അതുമാത്രമല്ല, നമ്മുടെ സരയു കുറേ കുറുക്കു വഴികൾ തേടുകയാണ് നമ്മുടെ കല്യാണിയെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. പക്ഷേ അങ്ങനെ പറയുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറന്നു പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ പറയട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും, നല്ല മറവിയാണ് എനിക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്, നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും മറന്നു പോവും, അത് കൂടെ പറയാൻ ഞാനും മറന്നു പോവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. ഇത് പ്രൊമോ വീഡിയോയുടെ റിവ്യൂ ആണ് കേട്ടോ. പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നതാണ്, മറ്റൊന്നുമല്ല. അടുത്ത ആഴ്ച മുഴുവനായിട്ട് സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡിൻ്റെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നമ്മുടെ ശാരി ഒരാളുടെ സഹായത്തോടു കൂടി നമ്മുടെ സരയുവിൻ്റെ അച്ഛനാര് അമ്മയാര് എന്നറിയാൻ വേണ്ടിയിട്ട് 2 പേരുടെയും മുടി ശേഖരിച്ചിട്ട് ഒരു ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്, ഒരു DNA ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും കൊണ്ടുവന്ന ആൾ പറഞ്ഞിരിക്കുന്നത്, ശാരിയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ കയ്യിൽ തന്ന അതിൻ്റെ തെളിവ്, സംഭവം ടെസ്റ്റ് ചെയ്തതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുതന്ന ആ മുടി നാരിഴയുടെ അവകാശിയില്ലേ, അവർ തന്നെയാണ് ഈ പറയുന്ന സരയുവിൻ്റെ അച്ഛനും അമ്മയും എന്നിങ്ങനെ തീർത്തും പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരി ആകെ തകർന്നു പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് ആർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ വളർത്തുന്ന എൻ്റെ കുഞ്ഞ് അത് എൻ്റേതല്ലെന്ന് അറിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും പറ്റില്ല, അല്ലേ? നമ്മൾ അങ്ങനെ പറ്റില്ല, ആർക്കും പറ്റില്ല. സ്വന്തമാണെന്ന് കരുതുന്നത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് കൈവിട്ട് പോകുകയെന്ന് വെച്ചാൽ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ശാരി. അങ്ങനെ നമ്മുടെ സരയു ശാരിയുടെ മകളല്ലെന്ന് അറിഞ്ഞതിൻ്റെ ആ ഒരു ഞെട്ടൽ മാറാതെ വരികയാണ് നമ്മുടെ ശാരി. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മുടെ ശാരി അടങ്ങിയൊന്നും ഇരിക്കില്ല. ശാരി രാഹുലിനിട്ട് നല്ല ചാമ്പണമെന്ന് പറഞ്ഞ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ശാരി വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ രാഹുലിൻ്റെ മണ്ടയ്ക്ക് പൂച്ചട്ടി എടുത്ത് ഒറ്റൊരടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ രാഹുലാണെങ്കിൽ മണ്ടയും പൊത്തി ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ രാഹുൽ. കാരണം ശാരി നല്ല രീതിയിൽ ആക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ രാഹുലിനെ. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുന്നതാണെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയാണ് ഇത്. എങ്ങനെയാണെന്നുള്ള കാര്യം പിന്നെ കണ്ടറിയാം. ആരുടെയെങ്കിലും സ്വപ്നമാവാനും സാധ്യതയുണ്ട്, കാരണം ഏഷ്യാനെറ്റാണ്, അറിയില്ല. എന്നാലും ഇപ്പോൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നത് നമ്മുടെ ഈ സരയു താരയുടെയും രാഹുലിൻ്റെയും മകളാണെന്നുള്ള കാര്യം നമ്മുടെ ശാരിക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ശാരി ഫ്ലവർ വേഴ്സ് എടുത്ത് നമ്മുടെ രാഹുലിൻ്റെ തലമണ്ട അടിച്ചു പുലർത്തുന്നു. അതിനുശേഷമെന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ സരയു കാണിക്കുന്ന കുറുക്കു വഴിയാണ് നമ്മുടെ കല്യാണിയെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സരയു നേരെ പ്രകാശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പ്രകാശൻ്റെ മുത്തശ്ശിക്കൊക്കെ ഒരു ലോഡ് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കല്യാണിയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം. നമുക്ക് ഒരുമിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഒരു പ്രശ്നമില്ലാതെ കല്യാണിയെ തച്ചുടയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോവാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സരയു. പ്രകാശന് പഴയതുപോലുള്ള ആ ഒരു വീറും വാശിയൊന്നുമില്ല. ഇങ്ങനെ സരയു പറയുന്നെങ്കിലും പ്രകാശൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒരു ഇതില്ലാതെ നിൽക്കുകയാണ് നമ്മുടെ പ്രകാശൻ. ഇനി എന്താണോ ആവോ പ്രകാശൻ്റെ മനസ്സിൽ. കാരണം പ്രകാശൻ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന സമയത്തിന് നമ്മുടെ കല്യാണി നല്ല രീതിയിൽ കൈവിട്ട് നമ്മുടെ പ്രകാശൻ്റെ മുഴുവൻ ചിലവുകൾ നോക്കിയ ആളാണ് നമ്മുടെ കല്യാണി. അപ്പോൾ അതുകൊണ്ട് പഴയ ആ ഒരു ശത്രുതയിൽ അയവ് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല.
എന്ത് തന്നെയാണെങ്കിലും ഇതാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുള്ളത്. ഈ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നീട് വീഡിയോയുടെ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചാരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ അതിന് പറ്റിയൊരവസരമാണ് വന്നിരിക്കുന്നത്. ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ പ്ലീസ്. അതുമാത്രമല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ എന്താ, ഇനി ഇതിൻ്റെ റിവ്യൂവുമായിട്ടാണെങ്കിൽ ഞാൻ തിങ്കളാഴ്ച ദിവസം വരുന്നതായിരിക്കും. റിവ്യൂ ആയിട്ട് തിങ്കളാഴ്ച ഇരുന്ന് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.